സുഭാഷിതം. ദുർജനഃ പരിഹർത്തവ്യോ വിദ്യയാലംകൃതോപി സൻ മണിനാ ഭൂഷിതഃ സർപ്പഃ കിമസൗ ന ഭയങ്കരഃ. ദുർജനഃ പരിഹർത്തവ്യോ വിദ്യയാലംകൃതോപി സൻ മണിനാ ഭൂഷിതഃ സർപ്പഃ കിമസൗ ന ഭയങ്കരഃ. പദച്ഛേദം. ദുർജനഃ പരിഹർത്തവ്യഃ വിദ്യയാ അലംകൃതഃ അപി സൻ മണിനാ ഭൂഷിതഃ സർപ്പഃ കിം അസൗ ന ഭയങ്കരഃ. പദച്ഛേദം ഒന്നും കൂടെ നോക്കാം. ദുർജനഃ പരിഹർത്തവ്യഃ വിദ്യയാ അലംകൃതഃ അപി വിദ്യയാ അലംകൃതഃ അപി വിദ്യയാലംകൃതോപി വിദ്യയാ അലംകൃതഃ അപി സൻ മണിനാ ഭൂഷിതഃ സർപ്പഃ കിം അസൗ ന ഭയങ്കരഃ. കിം അസൗ കിമസൗ കിം അസൗ ന ഭയങ്കരഃ. എന്താണ് അന്വയം? ദുർജനഃ വിദ്യയാ അലംകൃതഃ സൻ അപി പരിഹർത്തവ്യഃ സർപ്പഃ മണിനാ ഭൂഷിതഃ അപി അസൗ ന ഭയങ്കരഃ. ദുർജനഃ വിദ്യയാ അലംകൃതഃ സൻ അപി പരിഹർത്തവ്യഃ സർപ്പഃ മണിനാ ഭൂഷിതഃ അപി അസൗ ന ഭയങ്കരഃ. എന്താണ് അർത്ഥം എന്ന് നോക്കാം. ദുർജനഃ ദുർജനങ്ങൾ വിദ്യയാ അലംകൃതഃ സൻ അപി വിദ്യ കൊണ്ട് അലംകൃതഃ സൻ അലങ്കരിക്കപ്പെട്ടവരാണെങ്കിൽ കൂടി അപരിഹർത്തവ്യഃ ഉപേക്ഷിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ വിദ്യ ഉണ്ടെങ്കിൽ കൂടി വിദ്യ കൊണ്ട് ശോഭിച്ചിരുന്നാൽ കൂടി ദുർജനങ്ങളാണെങ്കിൽ അവരെ ഉപേക്ഷിക്കണം. സർപ്പഃ മണിനാ ഭൂഷിതഃ അപി സർപ്പങ്ങൾ മണിനാ ഭൂഷിതഃ നാഗമാണിക്യം കൊണ്ടൊക്കെ ശോഭിച്ചിരിക്കുന്ന സർപ്പങ്ങളാണെങ്കിലും അസൗ ന ഭയങ്കരഃ അവര് ഭയങ്കരങ്ങളാണ്, ഉഗ്രവിഷത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് അവരെ എല്ലാവരും അകറ്റി നിർത്തുന്നു. ഇതാണ് വിദ്യ കൊണ്ട് ശോഭിച്ചിരുന്നാലും ദുർജനത്തെ ഉപേക്ഷിക്കേണ്ടതാകുന്നു. സർപ്പം നാഗരത്നത്താൽ ശോഭിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് എല്ലാവരും അകറ്റി നിർത്തുന്നു. ശ്ലോകം ഒന്നും കൂടെ നോക്കാം. ദുർജനഃ പരിഹർത്തവ്യോ വിദ്യയാലംകൃതോപി സൻ മണിനാ ഭൂഷിതഃ സർപ്പഃ കിമസൗ ന ഭയങ്കരഃ.